ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ BJP-യെ ഒരു ശക്തിയായി കാണുന്നില്ല. BJP എന്തോ ഒരു മഹാസംഭവമാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ചാനലുകളും മുസ്ലിം ലീഗും കോൺഗ്രസുമൊക്കെ വ്യാപകമായ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത്, സ്വന്തം പഞ്ചായത്ത് ചെന്നിത്തല പഞ്ചായത്ത്, അവിടെ എന്താണ് കഴിഞ്ഞ 5 വർഷം സംഭവിച്ചത്? നിങ്ങൾ UDF-ഉം LDF-ഉം സഖ്യമായിരുന്നില്ലേ? തിരുവൻമണ്ടൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ, അവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഒരുമിച്ചല്ലേ ഭരിച്ചത്? അപ്പൊ പിന്നെ BJP-യെ ഭയമില്ല, ഞങ്ങൾ ഒരുമിക്കില്ല എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ആയിരക്കണക്കായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു ഹരിപ്പാട്ടിനടുത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്തും മറ്റെവിടെയെങ്കിലും ഉള്ള ഒരു ഗ്രാമപഞ്ചായത്തും എടുത്തു വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് താങ്കളെ പോലുള്ള ഒരു ഉയർന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നത്. അല്ല, അതൊരു സഖ്യമല്ലേ? അത് ചർച്ച ചെയ്യണ്ടേ? അല്ലെ, ഒരു കാര്യമില്ല. 16 വട്ടിയൂർക്കാവ് മോഡൽ, അവിടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ TM സീമയുടെ വോട്ട് K മുരളീധരനെ മറിച്ചു കൊടുത്ത മോഡൽ, അതും ചർച്ച ചെയ്യണ്ടേ? അല്ല, അത്തരത്തിലുള്ള ഒരു ആരോപണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അല്ല, അത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംബന്ധിച്ച കാര്യമാണ്. നിങ്ങളുടെ തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ കമ്മിറ്റി TM സീമയുടെ വോട്ടുകൾ K മുരളീധരന് പോയി എന്ന് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് സംബന്ധിച്ച കാര്യമാണ്. അങ്ങനെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അല്ല, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അത്തരത്തിലൊരു തീരുമാനം എടുത്തതായിട്ടും ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിലൂടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വക്താവായ ജില്ലാ സെക്രട്ടറി പറഞ്ഞതായിട്ടും എനിക്ക് ഓർമ്മയില്ല. 2016 വാർത്തകൾ പരിശോധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥിക്ക് പട്ടാമ്പി വാർഡ് നമ്പർ 1 അവിടെ ഒരു വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കേഡർ വോട്ട് ആ വാർഡിൽ ഉള്ളതാണ്. അവിടുത്തെ LDF-ന്റെ വോട്ടുകൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? മണ്ണാർക്കാട് നഗരസഭയിലെ ഒരു വാർഡിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് 0 വോട്ടാണ്. അവിടെ CPM-കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ആ വോട്ടുകൾ എങ്ങോട്ട് പോയി? താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടോ? ഉണ്ട്. പക്ഷേ ജനാധിപത്യ മുന്നണി കേവലം കുറച്ച് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയോ ആൾക്കൂട്ടത്തെ കണ്ടിട്ടോ രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണിയോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് ആ നിലയിൽ നിലപാട് രൂപപ്പെടുത്തുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അത് BJP-യുടെ പ്രതിനിധിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാകിസ്ഥാനിലെ മതമൗലികവാദികൾ കൊന്നൊടുക്കുന്ന ന്യൂനപക്ഷം, പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അവർക്ക് വേണ്ടി കറാച്ചി തെരുവീതികളിൽ പ്രകടനം നടത്തുന്നത് ചെങ്കൊടി പിടിച്ച പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ കൊന്നൊടുക്കുന്ന നിരപരാധികളായ അവിടുത്തെ ന്യൂനപക്ഷം, അതും ഞാൻ പറയണ്ടല്ലോ, ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെങ്കൊടി എന്ന് നിൽക്കുന്നത്. ബംഗ്ലാദേശിലെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒന്നും ഇവിടെ CPM ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാറുണ്ട്. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്. അല്ല, പാലസ്തീനെ ഇന്ത്യ ഇടപെടുന്നുണ്ടല്ലോ. ഇന്ത്യ പാലസ്തീൻ അനുകൂലമായിട്ട് അല്ല, ഈ ബംഗ്ലാദേശിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജമാഅത്തുകാർ കൊല്ലുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോയുടെ ഒരു പരാമർശം താങ്കളൊന്ന് കാണിച്ചു തരാമോ? താങ്കൾ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നിട്ടുണ്ട്. പക്ഷെ അതിനെ തള്ളിക്കളയുന്ന പോളിറ്റ് ബ്യൂറോയുടെ ഒരു വരി പ്രസ്താവന താങ്കളൊന്ന് കാണിച്ചു തന്നെ. അത് ജനൻ TV-യിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത് കാണാത്തത്. അല്ല, ഒന്ന് കാണിച്ചു, അങ്ങനെ ഒന്ന് കാണിച്ചു. താങ്കൾക്ക് അത് കാണാൻ ചോദിച്ചാൽ അത് ഞാൻ കൃത്യമായിട്ട് തരാം. അയ്യപ്പോ സ്വാമി എന്ന് എന്റെ 4 വയസ്സ് മുതൽ ഞാൻ കേട്ടു തുടങ്ങിയ ഒരു അയ്യപ്പ ഭക്തവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പുറത്തെ സമുദായമാണെങ്കിലും ആ പാട്ടിനെ പോലും, ഭക്തിഗാനത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ പാട്ടിറക്കിയത്. ആ പാട്ടും കൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുമ്പിൽ ഇന്നലത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ MP-മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് UDF-ന്റെ കൺവീനർ പോയിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? അല്ല, അതൊക്കെ ജയിലിൽ ഇട്ടതാരാ? ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? സർക്കാരാണ് ഇട്ടത്. അതാ പറഞ്ഞേ, ഇടതുപക്ഷ സർക്കാരാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി ഇടപെട്ടിട്ടല്ല. അല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണം പ്രാദേശികമാണെന്നുള്ള കാര്യം. ഈ വോട്ട് എണ്ണിക്കൊണ്ടിരുന്ന ദിവസം ഉണ്ടല്ലോ, മെനിങ്ങാന്ന്, ആ ദിവസം ഒരു BJP ഒരു 40-43 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ KPCC-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ സണ്ണി, അദ്ദേഹത്തിനോട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി വളഞ്ഞു നിർത്തുന്ന സമയത്ത് KPCC അധ്യക്ഷനോട് ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണ്, അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടതുമുന്നണിയുമായി കൈകോർക്കാൻ തയ്യാറാകുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP-യെ മാറ്റി നിർത്തുവാൻ അങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്നതാണ്, നമ്മളത് പരിഗണിക്കും എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആദ്യത്തെ റൗണ്ടിൽ മറുപടി പറയുന്നത്.
നല്ല ബോധമുള്ള ആളുകളാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. അതെ അതെ തീർച്ചയായും. പിന്നെ 50 സീറ്റിലേക്ക് വന്നതോടുകൂടി പിന്നെ ആ ചർച്ചയുടെ പ്രസക്തി ഇല്ലാണ്ടായി പോയി എന്നുള്ളതേ ഉള്ളൂ. സംസ്ഥാന തലത്തിലൊന്നല്ല, നിങ്ങൾ ദേശീയ തലത്തിൽ തുടങ്ങിയതാണ്. ദേശീയ തലത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിൽ അതങ്ങ് താഴെ പ്രാദേശിക തലം വരെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ അടച്ചാക്ഷേപിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. കാരണം അതുവരേക്കും ഇപ്പം നിങ്ങളിപ്പോൾ ഇടതുപക്ഷത്തോട് കൈകോർക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്താകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലാകട്ടെ, തൃപ്പൂണിത്തുറയിലാകട്ടെ, ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും മറന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടപടിയായി പോകുമെന്നും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ നിലവിൽ ഇത് പറയുന്നത്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിലപാട്. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. 2020 BJPയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് 23 പഞ്ചായത്തുകളിൽ ഒന്നുകിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലാന്നുണ്ടെങ്കിൽ ഭരണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് തിരിച്ച് 13ലേക്ക് പോകുന്ന സാഹചര്യം വന്നത് ഈ പറയുന്ന പോലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ നിങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. മുനിസിപ്പാലിറ്റികളിൽ നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് BJPയുടെ ഭരണം 5 വർഷവും അവിടെ തുടരുന്ന സാഹചര്യം ഉണ്ടായത്. ബംഗാളിനകത്ത് ഇവർ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവിടെ BJP വളരില്ല, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ മറ്റൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ദേശീയ സെക്രട്ടറിക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് MA ബേബിയെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആക്കിയതിന് ശേഷം. അതുവരെ നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള പാർട്ടി സെക്രട്ടറിക്ക് പോലും വാർഡ് ഇലക്ഷൻ പോട്ടെ, നിയമസഭയിലോ ലോക്സഭയിലോ പോലും സ്വന്തം ബൂത്തിൽ പോയിട്ട് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഗതികേടുണ്ടായിരുന്ന പാർട്ടിയാണ് നിങ്ങൾ. അപ്പോഴാണ് കേരളത്തിൽ BJPക്ക് 10-12 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, സംസ്ഥാന അധ്യക്ഷനുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, മറ്റനേകം ഭാരവാഹികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനകത്ത് ഒരു സംസ്ഥാന ഉപാധ്യക്ഷനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ ദേശീയ തലത്തിൽ തന്നെ നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയുടെ തന്നെ അവസ്ഥ ഇതായിരുന്നു എന്നുള്ളത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ജന്മഭൂമിയുടെയും ജനത്തിൻ്റെയും വാർത്തയൊന്നുമല്ല. ഒക്ടോബർ 1, 2024 മലയാള മനോരമയുടെ വാർത്തയാണ്. അതിനകത്ത് നിങ്ങളുടെ പാർട്ടിയുടെ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർട്ടി വോട്ട് BJPക്ക് ചോർന്നെന്ന് CPM. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനേക്കാൾ വോട്ട് BJPക്ക്. പാർട്ടി വോട്ടുകൾ BJPക്ക് മറിയുകയാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട്. ആറ്റിങ്ങലിൽ LDF പരാജയത്തിന്റെ കാരണം വോട്ടുകൾ BJPക്ക് പോയതാണ്. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ വോട്ട് CPM താങ്കൾ പറഞ്ഞെന്താണ് CPMന്റെ വോട്ട് എങ്ങും പോകുന്നതല്ല, അത് അടിസ്ഥാനപരമായ വോട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും CPMന്റെ വോട്ടിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടാണ്. നിങ്ങളുടെ വോട്ടുകൾ കാര്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ണവനെ പിടിക്കുന്ന നിലപാട്. ഇത്തവണ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും BJP പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നെടുങ്കാട് വാർഡ് കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ CPMന്റെ കുത്തകയായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്നു. 2020 അത് തകർന്നു. ഇത്തവണ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡ് കടകംപള്ളി വാർഡ് BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മോസ്കോ എന്നും ചൈന എന്നും ഒക്കെ പേരിട്ട് വിളിച്ചിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ കൗൺസിലർമാരാണ്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അത് കോൺഗ്രസിന്റെ തലയിലേക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ല. അവിടെ CPMന്റെ വോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ പറയും കോൺഗ്രസിന്റെ വോട്ട് 1000 ഉണ്ടായിരുന്നു, അതിപ്പോൾ 300-400 ആയി എന്നുള്ള കാര്യം. ശരി, CPMന്റെ വോട്ട് 3000-4000 ഉണ്ടായിരുന്നത് ഇന്ന് 1500-1800 ഉള്ളൂ. അതെന്താ നിങ്ങൾ പറയാത്ത? അതുകൊണ്ടുകൂടിയാണ് BJPക്ക് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ കോട്ടകൾ ഞങ്ങൾ ഇന്ന് ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല. ആൾക്കാർ ദേശാഭിമാനിയും കൈരളിയും മാത്രമല്ല, മറ്റ് പലതും കാണുകയും കേൾക്കുകയും ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം വല്ലാത്ത രീതിയിൽ ജനകീയമായി മാറുകയും ആൾക്കാർക്ക് സത്യവും യാഥാർത്ഥ്യവും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായതുകൊണ്ടാണ്. അതിന് നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു വിവരമില്ല. അപ്പോൾ ജലീൽ അങ്ങ് മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളുടെ മുന്നണിയിലെ INDI മുന്നണിയിലെ പ്രത്യക്ഷത്തിലുള്ള കക്ഷികളെ കുറിച്ചിട്ടാണ് ചർച്ച, അല്ലാണ്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന SDPയെ കുറിച്ചിട്ടല്ല.
കോൺഗ്രസും CPM തമ്മിൽ ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അനൗദ്യോഗിക കക്ഷിയായിട്ടുള്ള SDPIയുടെ പേര് ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ അങ്ങ് ഇപ്പൊ തന്നെ ഒരു സെൽഫ് ഗോളാണ് അടിച്ചതെന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഇന്ന രീതിയിൽ വോട്ട് പിടിച്ചത് കാരണം BJP തോക്കുന്ന അല്ല BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിനെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് അങ്ങ് SDPIയുടെ കാര്യവും പറയുന്ന സമയത്ത് അങ്ങ് എനിക്കൊന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതാണ്, SDPIയെ കുറിച്ചിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് പറയരുത്. അത് നിങ്ങളുടെ അനൗദ്യോഗിക സഖ്യകക്ഷിയാണ്. നിങ്ങൾ തലയിൽ തുണിയിട്ടുകൊണ്ട് മാത്രം പോയിട്ട് സഖ്യം ഉണ്ടാക്കുന്ന സഖ്യകക്ഷിയാണ്. ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് സത്യം മനസ്സിലാവും. അതുകൊണ്ട് അങ്ങ് സൂക്ഷിക്കണം. രാഷ്ട്രീയമായിട്ട് അത് പ്രശ്നമാണ്, ഞങ്ങൾക്ക് നല്ലതാണ്. തവണ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പറഞ്ഞത്, ശിവൻകുട്ടിയെ നേമത്തെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതും നേമത്ത് സ്ഥിരമായിട്ട് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത്തവണ SDPIയുടെ നിലപാട് തിരുവനന്തപുരത്ത് എന്തായിരുന്നു എന്ന് പറഞ്ഞാല്, ഞങ്ങളെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും BJPയെ കാണിച്ച് അവർ പലപ്പോഴും ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, BJPയെ കാണിച്ച് പേടിപ്പിച്ചിട്ട് ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടു പോവുകയും പരസ്യമായി ഞങ്ങളുമായി സഖ്യം ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള പണി തിരുവനന്തപുരത്ത് തരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ മത്സരിച്ചത്. അല്ലാണ്ട് ഞങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല SDPI. പോയിന്റ്. ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട, വഷളാകുവേ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. Yeah.